ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ കാശുമോൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ബർത്ത്ഡേ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ സാറ്റർഡേ സൺഡേ അവധിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് തൊട്ടാണ് സ്കൂളിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ഞാൻ വർക്കിന് ഇരുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം എടുത്ത് വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് വോയിസും കൊടുത്ത് ഇന്ന് തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഇട്ടിരുന്നാൽ താമസിക്കുമല്ലോ, അപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കാണിച്ചത് കൊല്ലത്ത് പുളിമൂട്ടിൽ സിൽക്സിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇത് കൊട്ടിയത്ത് NK സിൽക്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ പാൻറ്റൊക്കെ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ പാൻറ്റ് കറക്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ മേടിച്ച വേറൊരു പാൻറ്റ് കുറച്ച് വലുതായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ അളവ് കുറച്ചിട്ട് റിട്ടേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസും ബലൂണും ഒക്കെ കുറച്ച് നേരത്തെ തന്നെ കൊട്ടിയത്ത് പോയപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഉച്ചയായപ്പോഴത്തേക്ക് ഡെക്കറേഷനൊക്കെ ചെയ്ത് വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേക്ക് മുറിച്ചത്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇതേപോലെ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കാശുമോന് ജീപ്പ് മതിയെന്ന് മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബർത്ത്ഡേയുടെ അന്ന് പോയിട്ട് ജീപ്പൊക്കെ വാങ്ങിച്ചു. എൻ്റെ മോന് ഞാൻ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ ഈ ഗിഫ്റ്റ്. അവൻ്റെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കും. അവൻ എന്ത് പറഞ്ഞാലും ഞാൻ അത് തന്നെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഇത് മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ സ്പൈഡർമാൻ്റെ എല്ലാ ഐറ്റംസും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കേക്കും സ്പൈഡർമാൻ്റെ രീതിയിൽ സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഫുൾ നെയിം എഴുതിയിട്ടുണ്ട് കേക്കിൽ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീട്ടിൽ വിളിക്കുന്ന കാശി എന്നാണ് കേട്ടോ എഴുതിയത്. ഈ പ്രാവശ്യം ഫുൾ നെയിം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. സ്കൂളിൽ കൂടെ കൊടുക്കേണ്ടത് അതുകൊണ്ട് കുറച്ചധികം ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഏത് മിഠായി വാങ്ങിച്ചാലും ഡയറി മിൽക്ക് ഇല്ലാത്ത ഒരു കളിയും ഇല്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഡയറി മിൽക്ക്. അപ്പോൾ അതിൻ്റെ കുറച്ച് മേടിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കാശുമോൻ കേക്ക് മുറിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് യൂട്യൂബിൽ പബ്ലിക്കായിട്ട് ഇടുന്നില്ല. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോൻ്റെ നിഴലും വെട്ടത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത കുറച്ച് പേരിങ്ങനെ വീഡിയോ കാണാൻ ഇരിപ്പുണ്ടെന്ന്, അവരെ കാണിച്ച് വീഡിയോ ഇടല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.